ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മസാല കൂട്ടിടണം. അത്രയേ ഉള്ളൂ പണി. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താള് കറി നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇത് വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടാക്കുകയാണ്. നല്ല ടേസ്റ്റായത്. നമ്മൾ കൊഞ്ച് കറിയൊക്കെ വയ്ക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും. നമുക്കിവിടെ ചേമ്പിൻ്റെ തണ്ട് ഇവിടെ കിട്ടും കേട്ടോ. നമ്മളിവിടെ കൃഷി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, ബേക്കിൽ, ഞങ്ങളുടെ വീടിൻ്റെ ബേക്കിൽ, ബേക്ക് വശത്ത്. പിന്നെ ഫ്രണ്ടിലും ഫ്രണ്ടിലില്ല, ബേക്കിൽ മാത്രം ചേമ്പിൻ്റെ. നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിനി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്ക് അതിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം മസ്റ്റാണ് കേട്ടോ. പുളിവെള്ളം വേണം ഇതിൽ. അപ്പോൾ നല്ല കത്തുന്നുണ്ട് കാര്യം. നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയും കാറ്റും വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അതാണ് തോന്നുന്ന സമയത്ത് തന്നെയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥയും പെട്ടെന്ന് മാറും. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥ അങ്ങ് മൂടി കണക്കായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തിരി കൂടെ പ്രസന്നമായി സൂര്യഭഗവാൻ വന്നു. വീണ്ടും മഴക്കോളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെട്ടം വരും, വെട്ടം പോകും, അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ മസാലകളിടാം. ചേച്ചി പറയുന്നത് കുറച്ചും കൂടെ ഇരിക്കട്ടെ, എനിക്ക് മസാല ഇടാം. എനിക്ക് ഗൈസ് എല്ലാത്തിലും ഭയങ്കര വെപ്രാളമാണ്. അപ്പം നമുക്ക് ഈ പൊടിയിടാം. മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. ഒന്ന് ഇളക്കാം. ഉപ്പൊക്കെ കുറച്ചേ ഇടത്തുള്ളൂ. എനിക്ക് നല്ല BP കൂടിയിട്ട് ഒരുമാതിരിയൊക്കെ ചുണ്ടൊക്കെ ഇങ്ങനെ കോണിച്ച് വന്നു. അപ്പോൾ എനിക്ക് അന്നും ഉണ്ടായിരുന്ന ഒരു പ്രാവശ്യം ഇതെനക്ക് അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയായിരുന്നു. ഇപ്രാവശ്യം ആശുപത്രിയിലൊന്നും പോയില്ല. എൻ്റെ സ്വയം ചികിത്സയാണ്. ചേച്ചി വീണ്ടും ഉപ്പ് വാരിയിട്ടു ഗൈസ്. കാരണം ചേച്ചി ഉപ്പിടാൻ മറന്നു പോയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഉപ്പ് കുറച്ച് ഇടാളെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതാ കുറേ വരെ തട്ടി. ഇനി എനിക്ക് കറി കൂട്ടാൻ പറ്റില്ല. എനിക്കത് BP കൂടി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ചേർക്കാം.
നമ്മുടെ എല്ലാ കൂട്ടുകളും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയാണ് ഞാൻ തന്നെ ഇവിടെ പൊടിച്ചതാണ്. മസാലയുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ ഉണ്ട്. പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകം എല്ലാം ഉണ്ടായിരുന്നു. അതിന് പൊടിച്ചതാണ് ഞാൻ. മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുത്തു. അപ്പോൾ ലെങ്തി വീഡിയോ ആയെന്ന് തോന്നുന്നു ഗൈസ്. കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വറ്റണം. എന്നിട്ട് മസാല ചേർക്കണം. ലാസ്റ്റേ നമ്മൾ മസാല ചേർക്കാവൂ. അതിന് മുന്നേ നമ്മൾ മസാല ഒന്നും ചേർത്തുകൂടാ. ലാസ്റ്റ് മാത്രമേ നമ്മൾ മസാല ചേർക്കാവൂ കേട്ടോ. ഇത് വറുത്തരച്ചും വെക്കും തേങ്ങ. പക്ഷെ നമുക്ക് വറുത്തരച്ചില്ല നമ്മൾ, കാരണം ഇനി തേങ്ങ തീരുമാനം വറുക്കാൻ വയ്യ. ഇപ്പം സംസാരിച്ചത് ചേച്ചിയാണ്. ചേച്ചിക്ക് ഇത്തിരി കഴപ്പിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് വറുക്കാനും ഒന്നിനും വയ്യ ചേച്ചിക്ക്. തേങ്ങയും കൂടെ വറുത്തരച്ചെങ്കിൽ സൂപ്പറായിരുന്നേ. നമ്മൾ സാധാ കൊഞ്ച് കറി കൂട്ടുന്ന നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇന്നാൾ ചേച്ചി ഒരു പ്രാവശ്യം അത് വെച്ചപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ പറഞ്ഞ് പണ്ടത്തെ അച്ചാമ്മ വയ്ക്കണ കറി ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് പാകമെന്ന് നോക്കാം. ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി മസാല ഇടാം. ലേശം മസാല ഇട്ടാൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് കറിവേപ്പില ഇട്ടു. ഇത് ലാസ്റ്റ് സ്റ്റേജായി കേട്ടോ. അപ്പോൾ ഇതങ്ങ് അടച്ച് വയ്ക്കാം. ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഇതൊന്ന് റെഡിയാവും. അപ്പോൾ ഇതും കൂട്ടിയാണെന്ന് ആഹാരം കഴിക്കാനുള്ളത്. ഇതിനു വേണ്ടി ഞാൻ കാത്തിക്കുകയാണ്. മണി 12:30 കഴിഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഇത്തിരി പോലെ സമയം മതി. നമുക്കിത് ഇപ്പം ശരിയാക്കി കേൾക്കാം. അത് ഇവിടെ ഒരു പാട്ടുണ്ട്, ഒരു പാട്ട് പഠിക്കും. അപ്പോൾ ഞാനൊരു പാട്ട് പാടാം. ഏത് പാട്ടാണ്? ഹിന്ദി പാട്ട് പാടാം. ഏത് പാട്ട് വേണം? ഞാൻ പാടാം. പാട്ടൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ മോളിപ്പാട്ട് പാടാം. याद आ रही है तेरी याद आ रही है, याद आने से तेरे जाने से जान जा रही है, याद आ रही है तेरी याद आ रही है. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ക്ലാപ്പ് അടിക്കൂ, എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. അപ്പോൾ ശരിയായി നമ്മുടെ ചേമ്പ് താള് കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.